നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കരിക്ക് കൊണ്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കരിക്ക് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കരിക്കിൻ്റെ വെള്ളം. ഒരു കരിക്കിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വേണ്ട, ഇത് 1 കപ്പ് മാത്രം അളന്നെടുത്തിരിക്കുകയാണ്. അതും കൂടെ ഈ ജാറിലോട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയണ്ട. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിനു വേണ്ടി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. വിപ്പിംഗ് പൗഡറും അതുപോലെ 1/2 കപ്പ് പാലും ചേർത്ത്. ഇതിന് പകരം 1 കപ്പ് വിപ്പിംഗ് ക്രീം ഫ്രഷ് ആയിട്ടുള്ള ഉപയോഗിച്ചാലും മതി. ഇതിപ്പോൾ 1 സാഷയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇതിലോട്ട് നമുക്ക് ഇടാം. എന്നിട്ട് അതിലോട്ട് 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. പീക്സ് ആകുന്നിടം വരെ നമുക്ക് വിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കരിക്ക് കൊണ്ടുള്ള ഐസ്ക്രീമിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കും കരിക്കും. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളവും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതൊന്ന് സെറ്റായി കഴിഞ്ഞ്, അതായത് 2 മണിക്കൂറിന് ശേഷം ഒന്ന് പുറത്തെടുത്തിട്ട് ഇടയ്ക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ക്രിസ്റ്റൽസ് ഉണ്ടാകത്തില്ല. ഇപ്പം ഒരു 6 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ അല്പം തേൻ ഒഴിച്ചതൊന്ന് ഗാർണിഷ് ചെയ്യുവാണ്. ഈ ഇളനീർ കൊണ്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. അതുപോലെ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഐസ്ക്രീമുമാണ്. ഈ ഐസ്ക്രീമിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.